മറ്റേ സൈഡിലെ ബ്ലോക്കെല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു. സർജറിയുടെ ദിവസം ഓപ്പറേഷൻ ടേബിളിൽ തന്നെ പുള്ളിക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് പോലെ വന്നു. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പുള്ളിയെ റിവൈവ് ചെയ്ത് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഓപ്പറേഷനും വാൽവ് റിപ്പയറോ റീപ്ലേസ്മെൻറ്റോ വേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് തുടർന്ന് അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുകയുണ്ടായി. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചിൽ കൂടി സാൽവേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി ഔട്ട്കം ഉണ്ടാക്കാം എന്നതിനുള്ളൊരു മെൻ്റൽ ഫ്ലാപ്പ് എടുത്ത് നമ്മളത് റിപ്പയർ ചെയ്ത് അച്ഛനെ പൂർവാധികം മെച്ചപ്പെടുത്തിയാണ് നമ്മൾ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തത്. ഇതാണ് പേഷ്യൻ്റെ പേര് ND രാജൻ. ഞാൻ കഴിഞ്ഞ മെയ് 20-ാം തീയതി ഒരു സർജറിക്കായിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വരുന്നതിന് ഒരു മാസം മുമ്പ് മേജർ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നു. ആ ഹാർട്ട് അറ്റാക്കിൽ ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത് ഹാർട്ടിന്റെ ഒരു സൈഡിലെ ബ്ലോക്ക് എല്ലാം റിമൂവ് ചെയ്തു. മറ്റേ സൈഡിലെ ബ്ലോക്ക് എല്ലാം റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ ഹാർട്ട് സർജറി തന്നെ വേണമെന്ന് പറഞ്ഞിരുന്നു. വേറൊരു ഹോസ്പിറ്റലിലാണ് ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്തിരുന്നത്. അവിടുന്ന് ഇവിടെ കാർഡിയാക് കെയർ കുറച്ചുകൂടെ ബെറ്റർ ആണെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്നു. ആദ്യം ഡോക്ടർ മധുവിനെ കണ്ടിരുന്നു. അവിടുന്ന് കാർഡിയാക് സർജൻസായ ഡോക്ടർ ഗീവർഗീസും ഡോക്ടർ സുനിൽ അഗർവാളും റെഫർ ചെയ്തു. മെയ് 20th കാർഡിയാക് സർജറി ഷെഡ്യൂൾ ചെയ്തിരുന്നത്. സർജറിയുടെ ദിവസം ഓപ്പറേഷൻ ടേബിളിൽ തന്നെ പുള്ളിക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് പോലെ വന്നു. അത് കഴിഞ്ഞ് ഡോക്ടേഴ്സ് പുള്ളിയെ റിവൈവ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 7 ദിവസം ജൂൺ ഫസ്റ്റ് വീക്കോടുകൂടി റൂമിലേക്ക് മാറ്റി. കുറേ ദിവസം ICU കിടന്നായിരുന്നു. അങ്ങനെ കുറച്ച് പ്രോഗ്രസ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ പനി പോലെയൊക്കെ വന്നു. അങ്ങനെ പനിയുടെ എന്താണ് സോഴ്സ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി കുറച്ച് ബ്ലഡ് കൾച്ചറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ചോദിച്ചത്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മാറ്റുന്നതിന് വേണ്ടി പിന്നെ വേറൊരു ആദ്യം ഒരു ഡിബ്രൈറ്റ്മെൻറ്റും പിന്നെ വേറൊരു സർജറിയും കൂടെ ചെയ്തിരുന്നു. ആ സർജറിയിൽ ഈ അബ്ഡോമിനിൽ നിന്നുള്ള ഈ ഒമെൻറ്റം മസിൽ എടുത്ത് പിന്നീട് ചെസ്റ്റിൽ വെച്ചു. അത് കുറച്ച് റിസ്ക്സ് ഉണ്ടായിരുന്ന സർജറി ആണെന്നുള്ളത് നമ്മുടെ അടുത്ത് നേരത്തെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ പ്രോഗ്രസ് വളരെ നല്ലതായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഒരു ജൂൺ 26 ആയപ്പോഴത്തേക്ക് പുള്ളിയുടെ കണ്ടീഷൻ അത്യാവശ്യം നന്നായിട്ട് ഡിസ്ചാർജ് ചെയ്തു. അത് കഴിഞ്ഞ് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ ഗീവർഗീസ് കെ മാത്യു, ഡോക്ടർ KMGR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കാർഡിയോതൊറാസിക് ആൻഡ് വാസ്കുലർ സർജനാണ്. മിസ്റ്റർ ND രാജൻ കൊറോണറി ആർട്ടറി ഡിസീസും അക്യൂട്ട് ഹാർട്ട് അറ്റാക്കുമായിട്ട് മറ്റൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കിന്റെ ഭാഗമായിട്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയുണ്ടായി. അതിനുശേഷം കൂടുതൽ ഇവാലുവേഷനിൽ ബാക്കിയുള്ള രക്തക്കുഴലുകൾ തടസ്സമുണ്ടെന്നും അതുകൂടാതെ തന്നെ മൈട്രൽ വാൽവ്, നമ്മുടെ ഹൃദയത്തിന്റെ മൈട്രൽ വാൽവിന് ലീക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ട് തുടർന്നുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിനെ കാണുന്നത്. ഇനീഷ്യൽ ഇവാലുവേഷന് ശേഷം കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഓപ്പറേഷനും വാൽവ് റിപ്പയറോ റീപ്ലേസ്മെൻറ്റോ വേണ്ടി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് തുടർന്ന് അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യുകയുണ്ടായി. റീസെൻ്റ്ലി ഉണ്ടായ ഹാർട്ട് അറ്റാക്കിൻ്റെ പശ്ചാത്തലത്തിലും ഹൈ റിസ്ക് പ്രൊസീജിയറാണ് പ്ലാൻ ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് എന്നാൽ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുകയും വളരെ പെട്ടെന്ന് നെഞ്ചു തുറന്ന് മസാജ് ചെയ്ത് ഹാർട്ട് ടെക് മെഷീൻ്റെ സഹായത്തോടുകൂടി റിസസിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായി. ഇതിനെ തുടർന്ന് ബൈപ്പാസും വാൽവ് റീപ്ലേസ്മെൻറ്റും ചെയ്തു. തുടർന്ന് ഓപ്പറേഷന് വിജയകരമായി പൂർത്തിയാക്കിയെങ്കിലും ഈ ഒരു ഉണ്ടായ കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടർന്ന് അദ്ദേഹത്തെ കുറച്ച് കൂടുതൽ ദിവസം വെന്റിലേറ്ററിൽ ഇടേണ്ടി വന്നു. അതിനുശേഷം വളരെ കാലക്രമേണയാണ് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും തുടർന്ന് വാർഡിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തത്. ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. ഇങ്ങനെ ഒരു എമർജൻസി ആയിട്ട് സ്റ്റെനോട്ടമി ചെയ്ത് റിസസിറ്റേറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും അതിൻ്റെ ഫലമായിട്ടുണ്ടായേക്കാവുന്ന ന്യൂറോളജിക്കൽ ഇഞ്ചുറി അല്ലെങ്കിൽ ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻകഫലോപ്പതി ഒന്നും ഉണ്ടാകാതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചു. എന്നാൽ അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ നമ്മൾ വളരെ എമർജൻസി ആയിട്ട് ചെയ്ത സ്റ്റേണൽ ഓപ്പണിംഗ് ആയത് കാരണം അത് കുറച്ച് അൺസ്റ്റേബിൾ ആവുകയും തുടർന്ന് അതിൻ്റെ കുറച്ചൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്തു. നമ്മൾ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്ലാസ്റ്റിക് സർജറി, ഗ്യാസ്ട്രോഎൻട്രോളജി ഇങ്ങനെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ ഇൻവോൾവ് ചെയ്ത് ആ ഉണ്ടായ സ്റ്റേണൽ വൂണ്ട് ഇൻഫെക്ഷനെയും സ്റ്റേണൽ ഇൻസ്റ്റെബിലിറ്റിയും ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് സർജറി പ്രൊസീജിയർ പ്ലാൻ ചെയ്യുക. അത് തുടർന്ന് അത് ചെയ്യുകയുണ്ടായി. നമ്മുടെ വയറിൽ നിന്നുള്ള ഒമെൻറ്റം എന്ന് പറയുന്ന ഭാഗം എടുത്ത് ഈ മുറിവ് കവർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും പിന്നെ
രണ്ട് സൈഡിലെയും മസിൽ കൊണ്ട് ഫ്ലാപ്പ് ഉണ്ടാക്കി അത് ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്തായാലും കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് കോഴ്സ് ആയിരുന്നെങ്കിൽ കൂടിയും ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കൊളാബറേഷനോടുകൂടി അത് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹത്തിനെ വളരെ ക്ലിനിക്കലി സ്റ്റേബിൾ കണ്ടീഷനിൽ ഡിസ്ചാർജ് ചെയ്യാനും തുടർന്ന് ഇപ്പം ഫോളോ അപ്പിന് വരാനും സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ എങ്ങനെ നമുക്ക് മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചിൽ കൂടി സാൽവേജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി ഔട്ട്കം ഉണ്ടാക്കാം എന്നതിനുള്ളൊരു പ്രൂഫാണ് ഈ കേസ്. ഇതിനൊക്കെ പുറമേ ആയിട്ട് പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ സ്ട്രെങ്തും അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷനും കോംപ്ലിക്കേറ്റഡ് ക്ലിനിക്കൽ കോഴ്സിലും അദ്ദേഹത്തിന് തരണം ചെയ്യാൻ അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. ഇതിനൊക്കെ പുറമെ അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ പൂർണ്ണ സപ്പോർട്ടും എല്ലാ ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഫാമിലിയുടെ പൂർണ്ണ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അത് നമ്മൾക്ക് വളരെ അഗ്രസീവായിട്ട് പ്രശ്നങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വളരെയധികം സഹായിച്ചു. എന്തായാലും വളരെ കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പേഷ്യൻറ്റിനെ തിരിച്ച് ഒരു ആക്റ്റീവ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഡോക്ടർ മുരളി അപ്പുക്കുട്ടൻ, കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോ സർജറി, ഗ്യാസ്ട്രോ ഓങ്കോ, HPV ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ. കാർഡിയക് സർജറിയിലൂടെ CABG സർജറിയിലൂടെ ജീവൻ തിരിച്ചു കിട്ടിയ ഒരു അച്ഛൻ്റെ കഥയാണ് നിങ്ങൾ കേട്ടത്. അദ്ദേഹത്തിൻ്റെ ന്യൂട്രീഷണൽ പ്രോബ്ലം കാരണം നെഞ്ചിലെ മുറിവ്, അതായത് സ്റ്റേർണൽ ഇൻഫെക്ഷൻ വന്ന് നെഞ്ചിലെ മുറിവ് കരിയാതിരുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് സർജൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ വയറ്റിനുള്ളിൽ നിന്നും ഒരു ഒമെൻ്റൽ ഫ്ലാപ്പ് എടുത്ത് നമ്മളത് റിപ്പയർ ചെയ്ത് അച്ഛനെ പൂർവാധികം മെച്ചപ്പെടുത്തിയാണ് നമ്മൾ അച്ഛനെ ഡിസ്ചാർജ് ചെയ്തത്. ഒമെൻ്റൽ ഫ്ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വൻകുടലിൻ്റെയും സ്റ്റൊമക്കിൻ്റെ ഇടയിലുള്ള ഫാറ്റിൻ്റെ ഒരു ആവരണമാണ്. അത് നല്ല വാസ്കുലറൈസ് ബ്ലഡ് സപ്ലൈ ഉള്ള ഒരു ഫ്ലാപ്പാണ്. പലപ്പോഴും ഇതുപോലുള്ള വൂണ്ട് ഇൻഫെക്ഷനുകൾക്ക്, സ്റ്റേർണൽ ഇൻഫെക്ഷൻ, മലാശയ ക്യാൻസറുകൾ കഴിഞ്ഞ് പെരിനിയൽ ഇൻഫെക്ഷൻസ്, റേഡിയോതെറാപ്പി എടുത്തതിന് ശേഷം അവിടുത്തെ മുറിവുകൾ അടയാതിരിക്കുമ്പോൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകതരം ഫ്ലാപ്പുകളാണിത്. ഇത് വളരെ വിജയകരമായി ഉപയോഗിക്കാവുന്ന ഒരു സർജറിയാണ്. നമസ്കാരം.